നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 30-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യവ്യാപകമായ സെൻസസ് നടപടികൾക്ക് ജൂലൈ മാസം 1-ാം തീയതി നാളെ മുതൽ ഔദ്യോഗികമായിട്ട് തുടക്കമാവുകയാണ്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ വലിയ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് ജൂലൈ 1-ാം തീയതി നാളെ മുതൽ ജൂലൈ 30 വരെ നടക്കുക. ഇതിനു മുൻപ് 2011 രാജ്യത്തെ വിപുലമായിട്ടുള്ള രീതിയിൽ സെൻസസ് നടന്നത്. ഈ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും പ്രധാനമായും വീടുകളെയും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും കുറിച്ചുള്ള വിവരശേഖരണമാണ് നടത്തുന്നത്. അതേസമയം സെൻസസിൻ്റെ 2-ാം ഘട്ടമായിട്ടുള്ള യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. ഇത്തവണ പൊതുജനങ്ങൾക്ക് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സെൽഫ് എന്യൂമറേഷൻ, സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തൽ പൂർത്തിയാക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഓൺലൈൻ വഴി വിവരങ്ങൾ നൽകിയവർക്ക് എച്ച് എന്ന് തുടങ്ങുന്ന ഒരു 11 അക്ക ID ലഭിച്ചിട്ടുണ്ടാകും. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുമ്പോൾ ഈ ID മാത്രം കൈമാറി വിവരങ്ങൾ ഒന്നുകൂടി സ്ഥിരീകരിച്ചാൽ മതിയാകും. എന്നാൽ ഭൂരിഭാഗം ആളുകളും സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുണ്ടാകില്ല എന്നതിനാൽ തന്നെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലേക്ക് നേരിട്ടെത്തി ചോദ്യാവലി പൂരിപ്പിക്കുന്ന പരമ്പരാഗത രീതി തന്നെയായിരിക്കും ഭൂരിഭാഗം ഇടങ്ങളിലും പിന്തുടരുന്നത്. വീടുകളിലെത്തുന്ന ഉദ്യോഗസ്ഥർ പ്രധാനമായിട്ടും 34ഓളം ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യാവലിയിലൂടെയാണ് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുക. കെട്ടിട നമ്പർ, വീടിൻ്റെ ഘടനയും അവസ്ഥയും, അതുപോലെ തന്നെ വീട്ടിലെ മുറികളുടെ എണ്ണം, കുടുംബനാഥൻ്റെ വിവരങ്ങൾ, കുടിവെള്ള സ്രോതസ്, വെളിച്ചം, അതോടൊപ്പം തന്നെ കക്കൂസ് സൗകര്യം, അഴുക്കുചാൽ സംവിധാനം, പാചക ഇന്ധനം, അതുപോലെ തന്നെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാഹനങ്ങൾ, ഉപയോഗിക്കുന്ന പ്രധാന ധാന്യങ്ങൾ, മൊബൈൽ നമ്പർ തുടങ്ങി വീടും ചുറ്റുപാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു പ്രദേശത്തെ ജനസംഖ്യയും അവിടുത്തെ കുറവുകളും കൃത്യമായി മനസ്സിലാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനും സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും ഈ വിവരങ്ങളൊക്കെ തന്നെ അത്യന്താപേക്ഷിതമാണ്. അതിനാൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഈ ഒരു സെൻസസ് നടപടികളോട് നമ്മുടെ വീടിൻ്റെ യഥാർത്ഥ അവസ്ഥകളൊക്കെ തന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞ് പൂർണ്ണമായിട്ട് സഹകരിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ വാഹന ഉടമകൾക്ക് വലിയൊരു ആശ്വാസ വാർത്തയുമായിട്ട് പെട്രോൾ, ഡീസൽ റീറ്റെയിൽ വിൽപ്പനയിൽ ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ അടിയന്തര നിയന്ത്രണങ്ങളും ജൂലൈ മാസം 1-ാം തീയതി മുതൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലുണ്ടായ ആഭ്യന്തര സംഘർഷങ്ങൾ ആഗോള ഇന്ധന വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്കയെ തുടർന്ന് ആഭ്യന്തര ഇന്ധന ശൃംഖലയെ സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടപ്പിലാക്കിയ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സർക്കാർ പിൻവലിക്കുന്നത്. ഇതനുസരിച്ച് വാണിജ്യ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ പൊതു പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് തടയുകയും ഒരു വാഹനത്തിന് ഒരു ദിവസം പരമാവധി 200 ലിറ്റർ ഡീസലും 40 ലിറ്റർ പെട്രോളും മാത്രമേ നൽകാവൂ എന്ന് നിബന്ധന വയ്ക്കുകയും ചെയ്തിരുന്ന റേഷനിംഗ് സംവിധാനമാണ് ജൂലൈ 1 മുതൽ ഇല്ലാതാകുന്നത്. അതേസമയം ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുന്ന പശ്ചാത്തലത്തിൽ ജൂലൈ 1 മുതൽ സാധാരണ ഉപഭോക്താക്കൾക്ക് പെട്രോൾ, ഡീസൽ വില കുറയുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ പെട്ടെന്ന് വലിയൊരു വിലക്കുറവ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന വിലയിരുത്തൽ. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവ് ദീർഘകാലം ഒരേപോലെ തന്നെ തുടരുകയാണെങ്കിൽ മാത്രമേ എണ്ണ കമ്പനികൾ ചില്ലറ വില കുറയ്ക്കാനായിട്ട് തയ്യാറാവുകയുള്ളൂ. എങ്കിലും വരും ദിവസങ്ങളിൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നേരിയ ചില വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ടായേക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ജനക്ഷേമ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ജൂലൈ 1-ാം തീയതി ആരംഭിക്കുന്ന 100 ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതായിട്ട് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു സാമ്പത്തിക കൈത്താങ്ങായിട്ട് മാറുന്ന പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന ഈ പദ്ധതി കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി നിലവിലുള്ള കുടിശ്ശികകളൊക്കെ തന്നെ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നുമാണ് സൂചന. 18 വയസ്സ് പൂർത്തിയായവർക്കും 30 വയസ്സ് കവിയാത്തവർക്കുമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. പഠനം പൂർത്തിയാക്കി വിവിധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസന, അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നതും ഈ പദ്ധതിയുടെ പ്രധാന നിബന്ധനയാണ്. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ട് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. മുൻ സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച ഈ പുതിയ പദ്ധതിയിലേക്ക് 18 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അർഹരായവർക്ക് 2 ഗഡുക്കളായിട്ട് സഹായം ലഭിച്ചിരുന്നെങ്കിലും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ തുക മാത്രമാണ് വിതരണം ചെയ്യാനായിട്ട് അന്നത്തെ സർക്കാരിന് സാധിച്ചിരുന്നത്. നിലവിൽ പദ്ധതിയിൽ
വൻതോതിൽ അനർഹരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ കടന്നുകൂടിയിട്ടുണ്ടെന്ന നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് കൃത്യമായ പരിശോധനകൾക്കായിട്ട് സർക്കാർ ഇതിപ്പോൾ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഉടൻ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെങ്കിലും അപേക്ഷകരുടെ നിലവിലത്തെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടാതെ അതേപടി നിലനിൽക്കുന്നതാണ്. അനർഹരായിട്ടുള്ള വ്യക്തികളെയൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് ഫണ്ട് അനുവദിക്കുകയും ആനുകൂല്യങ്ങൾ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ പരിശോധനകൾക്കായിട്ടുള്ള സർക്കാർ നിർദ്ദേശം വരുന്നതുവരെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെന്ന കാര്യം എല്ലാ ഗുണഭോക്താക്കളും അതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ചവരൊക്കെ തന്നെ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷാ ഫീസിൽ ജൂലൈ മാസം 1-ാം തീയതി നാളെ മുതൽ ഗണ്യമായ വർധനവ് വരികയാണ്. അതുകൊണ്ട് പുതുതായിട്ട് പാസ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ പുതുക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നുകൂടി അപേക്ഷ നൽകുന്നത് ഈ അധിക ബാധ്യത ഒഴിവാക്കാനായിട്ട് സഹായിക്കും. പുതിയ നിരക്കുകൾ പ്രകാരം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിൻ്റെ ഫീസ് 1500 രൂപയിൽ നിന്നും 1000 രൂപ വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. 60 പേജുള്ള പാസ്പോർട്ടിനാകട്ടെ ഇനി മുതൽ 3500 രൂപ നൽകണം. കൂടാതെ 15 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാർക്ക് പുതിയ ഫീസ് 1750 രൂപയാണ്. ഇതിന് പുറമെ തൽക്കാൽ പാസ്പോർട്ട് അപേക്ഷകർക്കുള്ള നിരക്കാകട്ടെ അത് 5000 രൂപയായും ഉയർത്തിയിട്ടുണ്ട്. ഇനി നഷ്ടപ്പെട്ടതോ കേടുവന്നതോ ആയിട്ടുള്ള പാസ്പോർട്ടുകൾക്ക് ഇതിലും ഉയർന്ന നിരക്ക് പിഴയായിട്ട് നൽകേണ്ടി വരും. ഫീസ് വർധനവിനൊപ്പം തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മികച്ച യാത്രാ സൗകര്യങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യക്കാർക്ക് 27 രാജ്യങ്ങളിൽ വിസ ഇല്ലാതെയും 47 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ സൗകര്യത്തോടെയും 66 രാജ്യങ്ങളിൽ ഈ വിസ വഴിയും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം പാസ്പോർട്ട് എന്നത് അടിസ്ഥാനപരമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു യാത്രാരേഖയും വ്യക്തിയുടെ ദേശീയത നാഷണാലിറ്റി സാക്ഷ്യപ്പെടുത്തുന്ന രേഖയുമാണെന്നും ഇതൊരു പൗരത്വം തെളിയിക്കാനുള്ള അന്തിമ രേഖയല്ലെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രേഖ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അതിനാൽ ആവശ്യപ്പെടുന്ന പക്ഷം ഇത് കേന്ദ്ര സർക്കാരിലേക്ക് തിരികെ നൽകാനായിട്ട് ഓരോ കൈവശക്കാരനും ബാധ്യസ്ഥനാണെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ധനകാര്യ വകുപ്പ് 1080 കോടി രൂപ അനുവദിച്ചതിനെ തുടർന്ന് ജൂൺ മാസത്തിലെ 2000 രൂപ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്തുടനീളം വേഗത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സാങ്കേതിക തകരാറുകൾ മൂലം ബാങ്ക് അക്കൗണ്ടുകളിൽ പണം വരാനായിട്ട് നേരിയ താമസമുണ്ടായെങ്കിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. അതുപോലെ സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലെത്തിയുള്ള പെൻഷൻ വിതരണവും വരും ദിവസങ്ങൾ തന്നെ തുടരുന്നതാണ്. ഈ വരുന്ന 3-ാം തീയതിയോടെ വിതരണം പൂർത്തിയാക്കുമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള 8.5 ലക്ഷത്തോളം വരുന്ന NSAP നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വഴിയുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള തുകയാണ് ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം തുക കുറച്ചായിരിക്കും ഈ സമയം ലഭിച്ചിട്ടുണ്ടാകുക. എങ്കിലും ഈ കുറവ് വന്ന തുക അത് പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതേസമയം നിയമസഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് നിലവിലെ പെൻഷൻ പട്ടികയിൽ അനർഹരായിട്ടുള്ള നിരവധി ആളുകളൊക്കെ തന്നെ കടന്നുകൂടിയിട്ടുണ്ടെന്നും അത് തടയാനായിട്ട് പുതിയ ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ഇതിനുദാഹരണമായിട്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ താമസിക്കുന്നയാൾ പെൻഷനായിട്ട് പരാതിപ്പെട്ട വിചിത്രമായിട്ടുള്ള സംഭവം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചപ്പോൾ മകൻ വിദേശത്താണെന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കളുടെയൊക്കെ തന്നെ പെൻഷൻ നിഷേധിക്കുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിരോധിച്ചു. എന്നാൽ അർഹരായിട്ടുള്ള ആർക്കും ഈ പെൻഷൻ നഷ്ടമാകില്ലെന്ന് ഉറപ്പു നൽകിയ സംസ്ഥാന സർക്കാർ നിലവിൽ ആനുകൂല്യം നിഷേധിക്കാൻ കാരണമാകുന്ന വീടിൻ്റെ വലിപ്പം, അതോടൊപ്പം തന്നെ എയർ കണ്ടീഷണർ, ചെറിയ വാഹനങ്ങൾ തുടങ്ങിയ കടുപ്പമേറിയ ഭൗതിക പരിശോധനാ മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ കാലോചിതമായിട്ടുള്ള ഇളവുകൾ വരുത്താനായിട്ട് ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന ശുഭവാർത്തയും പങ്കുവച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പിങ്ക് കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂൺ മാസം 27 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 17 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വരുന്ന ഓണത്തിന് മുൻപായിട്ട് തന്നെ അർഹരായിട്ടുള്ള 1.5 ലക്ഷത്തോളം ആളുകൾക്കെങ്കിലും മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ സ്വന്തമായിട്ട് 4 ചക്ര വാഹനമുള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ, പ്രതിമാസം 25,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ എന്നിവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. അതേസമയം ആശ്രയ പദ്ധതിയിലുള്ളവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ നിത്യരോഗികളുള്ള കുടുംബങ്ങൾ എന്നിവർക്ക് ഈ അപേക്ഷയിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ ഫീൽഡ് തല പരിശോധനയ്ക്ക് ശേഷം മാത്രം ലഭിക്കുന്ന BPL അർഹത സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്നത് ഈ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാനായിട്ട് ഏറെ സഹായകമാകും എന്നതിനാൽ തന്നെ ഒട്ടും സമയം കളയാതെ ഇതിനായിട്ടുള്ള അപേക്ഷ നടപടികളൊക്കെ തന്നെ ഉടനടി എല്ലാവരും ആരംഭിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില തിങ്കളാഴ്ച താഴേക്ക് പോയി. 2026 ജൂൺ 29-ാം തീയതി ഇന്നലെ തിങ്കളാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 13,110 രൂപയും പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയുമാണ് വിപണി നിരക്ക്. ശനിയാഴ്ച പവന് 880 രൂപ വർദ്ധിച്ച് 1,05,560 രൂപയിലായിരുന്നു വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്.
നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.